ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പ്രഘോഷണ പരമ്പരയുടെ 52ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകത്തുമെല്ലാം സമാധാനം ഉണ്ടാകാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. 1982 ഈസ്റ്റ് ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്തെ കിബേഹ എന്ന ഗ്രാമത്തിലെ 3 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആ കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. റുവാണ്ടയിലെ ജനങ്ങൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരണം, പശ്ചാത്തപിക്കണം. എല്ലാ സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയാറുള്ള കാര്യങ്ങൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഈ 3 കുട്ടികളോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, എല്ലാ വ്യക്തികളോടും തിരിച്ചു വരാൻ, പശ്ചാത്താപത്തിലൂടെ തിരിച്ചു വരുവാൻ പറയണമെന്ന്. ഈ 3 കുട്ടികൾ തങ്ങളെ കൊണ്ട് ആവുന്നത് പോലെ തങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അവരൊക്കെ പറഞ്ഞു, ഇതെന്തോ ഹലൂസിനേഷനിലൂടെ ഈ കുട്ടികൾ കടന്നു പോയതാണ്, ഇവര് ഭ്രാന്താണ് പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ അപഹസിച്ചു. എന്നാൽ സ്നേഹമുള്ളവരെ, ഏകദേശം 12 വർഷം കഴിഞ്ഞപ്പോൾ റുവാണ്ടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം. 1994 ഏപ്രിൽ മാസം തൊട്ട് ജൂലൈ മാസം വരെയുള്ള കാലയളവിൽ റുവാണ്ട ജനോസൈഡ്, ഒരു വംശഹത്യ നടക്കുകയാണ് ചെയ്തത്. ഏകദേശം 10 ലക്ഷത്തോളം വ്യക്തികൾ വാളിന് ഇരയായി. 2 ഗോത്രക്കാർ തമ്മിലുള്ള യുദ്ധം, അങ്ങനെ വേണമെങ്കിൽ പറയാം, ആക്രമണം. ഈ ആക്രമണത്തിൽ അവർ ഗതകൊണ്ട് മറ്റു വ്യക്തികളെ തലയ്ക്കടിച്ച് കൊന്നു, വാക്കുത്തി കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ രക്തരൂഷിതമായ ഒരു ആക്രമണമായിരുന്നു. ഹുത്തു, തൂത്തീസ് എന്നീ 2 വംശജർ നടന്ന ഒരു ആക്രമണമായിരുന്നു ഇത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്തരൂഷിതമായ ഒരു ആക്രമണമാണ് ഇവിടെ നടന്നത്. വലിയ വ്യതയിലൂടെ ജനങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണ്. പല രാഷ്ട്രങ്ങളും ഇടപെടുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അവിടെ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇതിനെ സർവൈവ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ് ലെഫ്റ്റ് ടു ടെൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇമാക്കുലി ഇല്ലി ബഗീസ എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. ആ ഇമാക്കുലി ഇല്ലി ബഗീസ ഇതിനെ എങ്ങനെയാണ് അതിജീവിച്ചതെന്നതിനെ കുറിച്ച് ഈ ലെഫ്റ്റ് ടു ടെൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഈ റുവാണ്ടയിൽ ഈ രക്തരൂഷിതമായ സാഹചര്യത്തിലൂടെ വിപ്ലവം നടക്കുന്ന കാലയളവിൽ അപ്പനോടും അമ്മയോടും 3 സഹോദരങ്ങളോടൊപ്പം ഈ സഹോദരി വീട്ടിലുണ്ടായിരുന്നു. ഈ സഹോദരിയുടെ ഒരു സഹോദരൻ വിദേശ രാജ്യത്ത് പഠിക്കുകയാണ്. 2 സഹോദരങ്ങളും മാതാപിതാക്കളുമുണ്ട്. മാതാപിതാക്കൾക്ക് മനസ്സിലായി ഈ വിപ്ലവകാരികൾ ഈ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നാൽ ചെയ്യുക നമുക്കറിയാലോ, പ്രത്യേകിച്ച് 20-22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അവരെ മാനഭംഗം ചെയ്യും, അവരെ വലിയ അസ്വസ്ഥതയിലൂടെ കടത്തിക്കൊണ്ടുപോകും മാതാപിതാക്കളുടെ മുമ്പിലിട്ട്. ഇതൊന്നും കാണാനായിട്ട് മാതാപിതാക്കൾക്ക് ത്രാണിയില്ല. അവർ ഈ മകളോട് സ്നേഹത്തോടെ പറഞ്ഞു, മകളെ, വരുന്ന വ്യക്തികൾ ഞങ്ങളെ വാളിനിരയാക്കുമെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് മകളൊരു കാര്യം ചെയ്യണം, മകൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ പിതാവിന് പരിചയമുള്ള മറ്റ് വംശത്തിൽപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഈ മകളോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെ വേദനാജനകമായ ഒരു സംഭവമാണ്. പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞു വിടാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ മനസ്സോടെ
ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും ഒക്കെ വലിയ വേദനയെല്ലാം കണ്ടു. അവരുടെ അനുഗ്രഹമൊക്കെ സ്വീകരിച്ച് ഇല്ലി ബഗീസ പിതാവിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോകാനിറങ്ങിയ സമയത്ത് ഈ പിതാവ് അവളുടെ കയ്യിൽ ഒരു ജപമാല കൊടുത്തു. ഈ ജപമാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂർവികരായിട്ട് കൈമാറ്റം ചെയ്തു വന്നു വരുന്ന ഒരു ജപമാല. ഈ ജപമാലയിൽ 5 രഹസ്യങ്ങൾക്കും 5 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കളറുകളാണ് കൊടുത്തത്. ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നീ തിരിച്ചു വരുമ്പം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണമെന്ന് ഉറപ്പില്ല, പക്ഷേ ഞങ്ങൾക്ക് തരാനുള്ളത് നിനക്ക് തരുന്നു, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കളും സഹോദരങ്ങളും ഇല്ലി ബഗീസയെ യാത്രയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ രാത്രിയിൽ വളരെ ദൂരം നടന്ന് ഈ പിതാവിൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലെത്തുക. മുട്ടി വിളിച്ചു. അദ്ദേഹം തുറന്നു. അദ്ദേഹം പറഞ്ഞു, താമസിക്കാൻ ഇടം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ആരെങ്കിലും അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ്റെ നിലനിൽപ്പിനും അത് ഭീഷണിയാണ്. പക്ഷേ കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോഴും വീണ്ടും കൊട്ടി വിളിച്ചപ്പോൾ അദ്ദേഹം തുറന്നു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമുക്ക് 2 പേർക്കും അപായമാണ്. അതുകൊണ്ട് എൻ്റെ മുറിയിൽ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട്, ടോയ്ലറ്റുണ്ട്, അതിനുള്ളിൽ നീ കയറിയിരുന്നു. അങ്ങനെ ആ ടോയ്ലറ്റിൽ അവളെ അടച്ചു. പിന്നെ ഒരു കർട്ടനൊക്കെ ഇട്ട് ഡോറൊക്കെ മൂടി. പിന്നെ ഒരു അലമാര അതിന് മുമ്പിൽ എടുത്തു വെച്ചു. പിറ്റേ ദിവസം ഇതുപോലെ കുറച്ച് പെൺകുട്ടികൾ വന്നപ്പം അദ്ദേഹം എന്തു ചെയ്തു? ആ പെൺകുട്ടികളുടെയും നിലവിളി കേട്ടു. അവരെയും ഈ ബാത്റൂമിനുള്ളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 8 പേര് ഈ ബാത്റൂമിന് ഉള്ളിൽ. നിന്നു തിരിയാൻ ഇടമില്ല, നനങ്ങാൻ പോലും പറ്റത്തില്ല. ഈ ആക്രമണകാരികൾ പല പ്രാവശ്യം ഓരോ വീടും സന്ദർശിക്കും. ഓരോ വീട്ടിൽ വന്ന് അവിടെയെല്ലാം അരിച്ചു പറക്കും. അരിച്ചു പറക്കുന്ന സമയത്ത് അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. ഇദ്ദേഹം പറയുമായിരുന്നു, ശബ്ദം ഉണ്ടാക്കരുത്, ഭക്ഷണം ഉണ്ടെങ്കിൽ ഉള്ള സമയത്ത് തരാം, അങ്ങനെ ഇരിക്കണമെന്ന്. അങ്ങനെ തിങ്ങിക്കൂടി ഈ പെൺകുട്ടികൾ ഈ ബാത്റൂമിനുള്ളിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് നിന്ന് തിരിയാൻ പറ്റാത്ത ഒരു സ്ഥലം, ഭക്ഷണമില്ല, മാതാപിതാക്കളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് ഒരു വശത്ത്, ജീവിതം കൈവിട്ടു പോകുമെന്ന ചിന്ത, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ 92ാമത്തെ ദിവസം ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ട് ഈ വംശഹത്യ അവസാനിക്കുന്ന സമയം. ഒരു പതുക്കെ ഈ ബാത്റൂമിനുള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് അസ്ഥിപഞ്ജരങ്ങളായ 8 പേരാ ഇറങ്ങി വരുന്നത്. കാല് നിലത്തൊന്ന് ഉറപ്പിച്ചു കുത്തുവാൻ പോലും പറ്റുന്നില്ല, അത്രമാത്രം മെലിഞ്ഞു ഉണങ്ങി, ജീവൻ മാത്രം, അല്പം ജീവന്റെ തുടിപ്പ് മാത്രം. അവര് അനുഭവിച്ച വ്യഥകൾ 1ഉം 2ഉം ദിവസമല്ല, 92 ദിവസങ്ങൾ അവര് അനുഭവിച്ച വേദനകൾ. പിന്നെ പതുക്കെ ഇല്ലി ബഗീസ സർവൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ ഈ രാജ്യത്തു നിന്ന് അമേരിക്കയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ അവൾ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചു, ലെഫ്റ്റ് ടു ടെൽ ഫൗണ്ടേഷൻ. പിന്നെ ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിലൊക്കെ സുവിശേഷ പ്രഘോഷണത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ റുവാണ്ടൻ ജനോസൈഡിൽ ഇരയായ വ്യക്തികൾ, അവരുടെ കുടുംബങ്ങളുണ്ട്, സർവൈവ് ചെയ്ത കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുവാനായിട്ട് ഈ സംഘടന നേതൃത്വം കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അതിശയോക്തി ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ടെൽ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇല്ലി ബഗീസയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇല്ലി ബഗീസ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, അതാണ് പ്രധാനപ്പെട്ടത്. ഈ 92 ദിവസങ്ങൾ ഇവിടെ ആയിരുന്ന സമയത്ത് നിന്നു തിരിയാൻ പോലും സമയമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയ അവസരങ്ങളിൽ ഈ മകള് എന്തു ചെയ്യുന്നറിയാമോ? ഈ കൊന്ത കൈകളിലേന്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1ഉം 2ഉം കൊന്തയല്ല, 100 കണക്കിന് 1000 കണക്കിന് ജപങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു ഈ 92 ദിവസം. ഇതാണ് എനിക്ക് ശക്തി ലഭിച്ചത്.
പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച ശക്തി. അതാണ് അതിജീവനത്തിന് എന്നെയും എൻ്റെ കൂടെയുള്ള പെൺകുട്ടികളെയും പ്രേരിപ്പിച്ചത് എന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ശക്തിയോടെ പുറത്തിറങ്ങിയ, ശരീരം ക്ഷയിച്ചപ്പോൾ, മനസ്സ് തളർന്നപ്പോൾ പ്രതീക്ഷ കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഇന്ന് ആയിരക്കണക്കിന് വ്യക്തികൾക്ക് താങ്ങും തണലുമായി ഇല്ലൈ ബഗീസ മാറിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ആഴത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അമ്മ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു വ്യത്യാസമാണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്. നമുക്കറിയാം, യൂദായിലെ മലമ്പ്രദേശത്തോടു കൂടെ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ച് ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സക്രിയാസ് എലിസബത്ത് ദമ്പതികളുടെ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ എത്തുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, 3 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഈ അമ്മ യൂദയായിലെ മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്ത് ഈ വീട്ടിലേക്ക് എത്തുക. അന്ന് എലിസബത്തിന് 6-ാം മാസമാണ്. ഓർത്തു നോക്കിക്കേ, ഒരു സ്ത്രീക്ക് ആ ഗർഭിണിയായ ആദ്യ മാസങ്ങളിലുണ്ടാവുന്ന അസ്വസ്ഥതകളും ശാരീരികമായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സേവന തൽപരതയോടെ മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായി കണക്കാക്കിക്കൊണ്ട് അതിന് മുൻപിൽ എൻ്റെ വേദന ഒന്നുമല്ല എന്ന ചിന്തയിലാണ് ഈ അമ്മ എത്തിച്ചേരുന്നത്. ഇനി ഈ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവിന് തൻ്റെ വേദന ആരോടാ പറയാൻ പറ്റുക? യേശുപിതാവിനോട് പറയാനായിട്ട് പറ്റുമോ? കാരണം ഏത് രീതിയിൽ എടുക്കും, ഏത് മനസ്സോടുകൂടെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ സമൂഹത്തിലെ നിയമത്തെക്കുറിച്ച് ചിന്തിച്ചാലോ, ഇങ്ങനെയൊക്കെ അകപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമം പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചാലോ ജീവിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ മുമ്പിൽ വലിയ വേദനയുണ്ട്, വലിയ ദുഃഖമുണ്ട്. ഈ ദുഃഖത്തിൻ്റെയും ഈ വേദനയുടെയും ഒക്കെ നിമിഷങ്ങളിലാ സ്വയം മറന്നുകൊണ്ട് യൂദയിലെ മലമ്പ്രദേശത്തോടുകൂടെ അമ്മ യാത്രയാകുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എലിസബത്തിൻ്റെയും സക്രിയയുടെയും കുടുംബത്തിലേക്ക് അമ്മ ചെല്ലുകയാണ്. അവിടെ വലിയ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിക്കുക ചെയ്യുന്നത്. നമുക്കറിയാം, ഈ സക്കറിയ വലിയ മാനസിക വ്യതയിലൂടെ കടന്നു പോവുകയാണ്. മാനസിക വ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിച്ചു. അപ്പോൾ മൂകനായി തീർന്നു. ഒരു സംഭാഷണം പോലും നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. ദൈവത്തോട് ഇത്രമാത്രം ഞാൻ ചേർന്ന് നിന്നിട്ട് എന്തേ ഞാൻ അവിശ്വസിച്ചു? പക്ഷെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ദൈവം പ്രവർത്തിക്കുമെന്ന്. ഇനി എലിസബത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. എലിസബത്ത് വാർദ്ധക്യ സഹജമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, വാർദ്ധക്യമല്ലാത്ത ഗർഭം ധരിക്കേണ്ട സമയത്ത് ഗർഭം ധരിച്ചാൽ പോലും ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന വേദന. ഇനി വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചാലോ അവൾ അനുഭവിക്കുന്ന ശാരീരികമായ വ്യതകള്, ദുഃഖങ്ങള്. പിന്നെ വേറൊരു അവസ്ഥയുണ്ട്. ഈ സമയത്ത് ഒരു ഭർത്താവിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ ആവശ്യമാണ്. പക്ഷേ ഭർത്താവിന് സാന്നിധ്യമുണ്ട്, എന്നാൽ ഭർത്താവിനൊന്നും സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല എലിസബത്തിനോട്. അപ്പോൾ വലിയ മാനസിക വ്യതകളിലൂടെ എലിസബത്തും കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് ശാരീരിക വ്യത, മറുവശത്ത് മാനസികമായ വ്യത. ശാരീരിക വ്യതയും മാനസിക വ്യതയുമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലേക്ക് സ്വയം മറന്ന്, സ്വന്തം വേദനകളൊക്കെ മറന്ന് അമ്മ ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെയാ അത്ഭുതം പ്രവർത്തിക്കുക. അമ്മയുടെ സാന്നിധ്യം അത് വലിയ ഒരു ആശ്വാസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ അമ്മയുടെ സാന്നിധ്യത്തിൽ ഉദരത്തിലെ ശിശു പോലും കുതിച്ചു ചാടുന്ന ഒരവസ്ഥ. എലിസബത്തിന്റെ ഉദരത്തിലെ ശിശുവിന് പോലും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എലിസബത്തും ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആ കുടുംബത്തിൽ സന്തോഷമായി, ആ കുടുംബത്തിൽ സമാധാനമായി. എന്തിനേറെ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏകദേശം 6-ാം മാസമായിരുന്നു. 3 മാസം വരെ അവിടെ എലിസബത്തിന് ആ കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട്
പരിശുദ്ധ അമ്മ ജീവിച്ചു. ആ സാഹചര്യത്തിൽ വലിയ സന്തോഷത്തിലൂടെ ആ കുടുംബം കടന്നുപോയി. സക്കറിയായ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിറവുണ്ടായിരുന്നു, ദൈവം പ്രവർത്തിക്കുമെന്ന ഒരു ചിന്ത. എലിസബത്തിന് സന്തോഷമായി, കാരണം എൻ്റെ കർത്താവിൻ്റെ അമ്മയെ കാണാൻ സാധിച്ചു എന്ന ഒരു ചിന്ത. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അമ്മ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നപ്പോൾ ആ കുടുംബത്തിലെ വേദനകള്, ദുഃഖങ്ങള് ഇല്ലാതാകുന്ന ഒരു നിമിഷം. ഇനി ഓർക്കുക, ആ വേദനയും ആ ദുഃഖവും ഒക്കെ ഒരു പരിധിവരെ ഇല്ലാതായിട്ടുള്ളൂ. വേദന അവിടെ തന്നെ നിപ്പുണ്ട്, പക്ഷേ അവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ വേദനയുടെ സമയത്ത് നമുക്കറിയാം, കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു സുരക്ഷിതത്വം. 3 യുവാക്കന്മാര് തീച്ചൂടിൽ കടന്നപ്പോൾ പോലും അവർക്ക് അവിടെയും ഒരു സുരക്ഷിതത്വം. അങ്ങനെ സുരക്ഷിതത്വം നൽകിയ ദൈവമായ കർത്താവ് അവിടെ ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സഹവാസം ആ കുടുംബത്തിന് ആശ്വാസം പകർന്നു കൊടുത്തു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ കുടുംബത്തില് വ്യക്തിപരമായ ജീവിതങ്ങളിൽ കടന്നു വന്നാൽ അവിടെ വലിയ മാറ്റമാ സംഭവിക്കുക. നമ്മളൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറില്ലേ? ചിലപ്പോൾ 1ഉം 2ഉം രഹസ്യങ്ങളൊക്കെ ചൊല്ലിക്കഴിയുമ്പം പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഓർക്കുക, 2002 ഇറക്കിയ ഒരു അപ്പസ്തോലിക ലേഖനത്തില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചതിങ്ങനെയാ: പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് ജപമാലയെന്ന്. ആ ജപമാല അവിടെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പം വലിയ വിടുതല, വലിയ രക്ഷയ ലഭിക്കുക. ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിയ ആഗസ്റ്റ് 1 മുതൽ 15 വരെ നമ്മൾ പ്രാർത്ഥിച്ചു. 1 മുതൽ 8 വരെ മാതാവിൻ്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ ജനനം വലിയ അനുഗ്രഹമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ ജന്മവും വിലപ്പെട്ടതാണ്, പ്രിയമുള്ളതാണ്. നമ്മുടെയൊക്കെ ജന്മവും അനുഗ്രഹമുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അവയൊക്കെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാമെന്ന് ശ്രമിച്ചാൽ അത് സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ അമ്മ കാണിച്ചില്ലേ, അവയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ആ കുടുംബത്തിലേക്ക് അമ്മ ചെന്നില്ലേ? അതുപോലെ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം നിറയുന്നത് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ജീവിതം സുന്ദരമാ. ഈ സുന്ദരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലരും അമ്മയ്ക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? ഇതിനേക്കാളൊക്കെ വിപരീതമായിട്ട് എത്രയോ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് നൽകുന്നത്. ആ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും എത്തുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഈശോയോട് പറഞ്ഞ് അതെല്ലാം നമുക്കും മേടിച്ചു തരുന്ന ഒരമ്മ. സർവോപരി ഈ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഈശോയെ എങ്ങനെയാ വളർത്തി വലുതാക്കിയത്, ഈശോയോടൊപ്പം എങ്ങനെയാ യാത്ര ചെയ്തു എന്നൊക്കെ ചിന്തിച്ചു കഴിയുമ്പം വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നടന്ന വഴികൾ അത്ര സുഖകരമായ വഴികളല്ലായിരുന്നു. പക്ഷേ ആ വഴികളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ട് സഞ്ചരിക്കുവാനായിട്ട് ആ അമ്മയ്ക്ക് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം. എലിസബത്തിൻ്റെയും സക്കറിയായുടെയും കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്നു. അമ്മയുടെ സാന്നിധ്യം വലിയ അനുഗ്രഹമായി മാറി. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ കടന്നു ചെല്ലുന്ന മേഖലകളിലേക്ക് നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ. എനിക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ മക്കൾ ആയിരിക്കുന്ന സമയത്ത് പോലും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ സൂമിലോ ഗൂഗിൾ മീറ്റിലോ അവരൊരുമിച്ച് വരും. അങ്ങനെ അവരൊരുമിച്ച് ഓൺലൈനിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. അരമണിക്കൂർ സമയം അവർ പ്രാർത്ഥിക്കുന്നു, അവരുടെ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കിടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ആ പാത പിന്തുടരാം. അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഈ നിമിഷം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അമ്മ സ്വന്തം കാര്യം മറന്നുകൊണ്ട് ആ കുടുംബത്തിലേക്ക് കയറി ചെന്നു. സ്വന്തം വേദനകളെല്ലാം മറന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ സ്വയം മറക്കാൻ പറ്റുന്നില്ല. സ്വയം മറക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.